സെയിം മോഡലിൽ ഈ ഒരു സെയിം പാറ്റേണിൽ നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. സോഡിയം സൾഫേറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, കാൽഷ്യം കാർബണേറ്റ്, മഗ്നീഷ്യം. യെസ്, ഒരു കാര്യം ചെയ്യാം, സോഡിയം നൈട്രേറ്റ് നോക്കാം. ഓക്കെ, സോഡിയം നൈട്രേറ്റ്, NaNO3, സോഡിയം നൈട്രേറ്റ്. യെസ്, അപ്പോൾ നമുക്ക് നോക്കാം. സോഡിയം നൈട്രേറ്റിൻ്റെ നമ്മൾക്ക് 100 വേണ്ട, 554 gram ഓഫ് സോഡിയം നൈട്രേറ്റ് അല്ലേ. സോഡിയം നൈട്രേറ്റ്, സോഡിയം നൈട്രേറ്റ്. നമുക്ക് നൈട്രേറ്റ് ഉണ്ട്, നൈട്രൈറ്റ് ഉണ്ട്, അതേപോലെ അതായത് നൈട്രേറ്റ് ഉണ്ട്, NaNitrate. അതേപോലെ നമുക്ക് എന്തുണ്ട്, നൈട്രൈറ്റ് ഉണ്ട്. സൾഫേറ്റിൻ്റെ കാര്യം പറയുമ്പോഴും അങ്ങനെയാണ്, നമുക്ക് സൾഫേറ്റ് ഉണ്ട്, ATE ഉണ്ട്, അതേപോലെ സൾഫേറ്റ് ഉണ്ട്. ഇതിലൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ്. ഇവിടെ NO3 ആണെങ്കിൽ രണ്ടാമത്തെ സ്ഥലത്ത് NO2 ആണ്. സൾഫേറ്റിൽ SO4 ആണെങ്കിൽ രണ്ടാമത്തെ സ്ഥലത്ത് SO3 ആണ്. നെഗറ്റീവ് അയോൺസിൽ വരുന്ന വേരിയേഷൻസ് ആണ്. അയോൺസും നെഗറ്റീവ് അയോൺസും പോസിറ്റീവ് അയോൺസും ഒക്കെ പഠിക്കുന്ന സമയത്ത് നമുക്കത് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. സോഡിയം ഇവിടെ 554 gram, നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല, അപ്പോൾ വന്നപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ സോഡിയം നൈട്രേറ്റ് NaNO3 554 ഗ്രാമിൽ ഓരോന്നിൻ്റെയും അളവ് എത്രയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. യെസ്, അപ്പോൾ എൻട്രൻസ് എക്സാമിനേഷനിൽ നിങ്ങൾക്ക് മാസ് ഒന്നും തരില്ല. ഇപ്പം ഞാൻ തൽക്കാലം ഇവിടെ മാസ് ഞാൻ തരാം. ഒരു സോഡിയം ആറ്റത്തിൻ്റെ മാസ് 23 ആണ്. അതേപോലെ ഒരു നൈട്രജൻ ആറ്റത്തിൻ്റെ മാസ് 14 ആണ്. ഒരു ഓക്സിജൻ ആറ്റത്തിൻ്റെ മാസ് 16 ആണ്. ഓക്കെ, അപ്പോൾ 544 ഗ്രാമിൽ ഓരോന്നിൻ്റെയും മാസ് എന്താണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നോക്കിക്കോളൂ, നമുക്ക് ആദ്യം NaNO3 എന്ന് പറയുന്നത് സോഡിയം നൈട്രേറ്റിൻ്റെ മാസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് 23 + 14 + 16 × 3 എന്താണ്, 48 ആണ് അല്ലേ. ആഡ് ചെയ്യാം, 20 ഉണ്ട്, 20 + 10 30, 30 + 40 നമുക്ക് 70 കിട്ടി. ഇവിടെ എന്തുണ്ട്, 3 + 4 ചെയ്യുമ്പോൾ 7 കിട്ടും, 7 + 8 ചെയ്യുമ്പോൾ 50. നമുക്ക് ഓൾറെഡി എന്താണ് കിട്ടിയത്, 20 + 10 30, 30 + 40 70 ആണ്. 70 + 15 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 85 കിട്ടും അല്ലേ. യെസ്, 85 കിട്ടും. ആം ഐ റൈറ്റ്? 23. യെസ്, 20 30 70, 3 + 4 7 + 8 15, കറക്റ്റ് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് 85 gram എന്ന് കിട്ടും. സോഡിയം നൈട്രേറ്റിൻ്റെ അറ്റോമിക് മാസ് അല്ലെങ്കിൽ മോളിക്കുലർ മാസ്, സോഡിയം നൈട്രേറ്റിൻ്റെ മോളിക്കുലർ മാസ് എന്താണ്, 85 ആണ്. ഒന്ന് ചെക്ക് ചെയ്തേക്കാം. 23 + 14 + 48, യെസ് 85 is the answer. അപ്പോൾ ഇനി ഓരോന്നിൻ്റെ മാസ് അല്ലേ, ഓരോന്നിൻ്റെ മാസ് നോക്കാം. 85 ഗ്രാമിൽ സോഡിയത്തിൻ്റെ മാസ് എന്താണ്, 23 ആണ്. നൈട്രജൻ്റെ മാസ് എന്താണ്, 14 ആണ്. ഓക്സിജൻ്റെ മാസ് 48 ആണ്. ഇത് ഏത് ക്വാണ്ടിറ്റിയിലാണ്, ഇത് 85 ഗ്രാമിലാണ്. ഇത് ഏത് ക്വാണ്ടിറ്റിയിലാണ്, ഇത് 85 ഗ്രാമിലാണ്. നമുക്ക് ഏത് ക്വാണ്ടിറ്റിയിലാണ് കണ്ടുപിടിക്കേണ്ടത്, 544 gram സോഡിയം നൈട്രേറ്റ് ഉണ്ടാവുമ്പോഴാണ് കണ്ടുപിടിക്കേണ്ടത്. സോ 23 / 85 × 544 ചെയ്യുമ്പം ആരുടെ കിട്ടും, സോഡിയത്തിൻ്റെ കിട്ടും. പിന്നെ നൈട്രജൻ്റെ കിട്ടാനോ, 14 / 85 × 544 ചെയ്യുമ്പം ആരുടെ കിട്ടും, നമുക്ക് നൈട്രജൻ്റെ കിട്ടും. ഓക്സിജൻ്റെ കിട്ടാൻ 48 / 85 × 544 ചെയ്യുമ്പോൾ ആരുടെ മാസ് കിട്ടും, ഓക്സിജൻ്റെ മാസ് കിട്ടും. നമുക്കൊന്ന് ചെക്ക് ചെയ്യാം, നോക്കിക്കോളൂ. 23 / 85 × 544, 147.2 gram ഓഫ് സോഡിയമാണ്. നൈട്രജൻ വരുമ്പോൾ 14 / 85 × 544 ചെയ്യുമ്പം 89.6 gram ആണ്. 89.6 gram ആണ്. 48 / 85 × 544 എന്ന് പറയുമ്പം 307.2 gram ആണ്. അപ്പം 544 gram സോഡിയം നൈട്രേറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിലുള്ള ഓരോ സാധനങ്ങളുടെ ക്വാണ്ടിറ്റി കിട്ടിയല്ലോ. യെസ്, അപ്പോൾ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഞാൻ പറഞ്ഞ പോലെ എൻട്രൻസ് എക്സാമിനേഷൻസിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. യെസ്,
നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. കാൽഷ്യം സൾഫേറ്റ്. നോക്കട്ടെ. വേറൊരു എക്സാമ്പിൾ നോക്കാം. കാൽഷ്യം സൾഫേറ്റ്. നമ്മൾ തൊട്ട് മുമ്പത്തെ എക്സാമ്പിളിൽ സൾഫേറ്റ് ആണ് ചെയ്തത് അല്ലേ. ഇപ്പം നമുക്ക് സൾഫൈറ്റ് നോക്കാം. കാൽഷ്യം സൾഫൈറ്റ്. കാൽഷ്യം സൾഫൈറ്റ്. ഓക്കെ, കാൽഷ്യം സൾഫേറ്റ് CaSO3. അപ്പോൾ നോക്കിക്കോളൂ, കാൽഷ്യം എന്ന് പറയുന്ന ആളുടെ മാസ്, കാൽഷ്യം എന്ന് പറയുന്ന ആളുടെ മാസ് ഒരാറ്റത്തിൻ്റെ മാസ് 40 കാൽഷ്യം എന്ന് പറയുന്ന ആളുടെ ഒരാറ്റത്തിൻ്റെ മാസ് 40. സൾഫറിൻ്റെ 32 ആണ്. ഓക്സിജൻ്റെ എന്താണ്? 16 ആണ്. ഓക്സിജൻ്റെ 16 ആണ്. സോ കാൽഷ്യം സൾഫൈറ്റ് എന്നുള്ള ഈ ഒരു കോമ്പൗണ്ടിൻ്റെ നമുക്ക് എത്ര സാമ്പിൾ എടുക്കാം? 485 എടുക്കാം. 485 ഗ്രാം ഓഫ് കാൽഷ്യം സൾഫൈറ്റ് എടുക്കുന്ന സമയത്ത് അതിൽ ഓരോന്നിൻ്റെയും ക്വാണ്ടിറ്റി എത്രയായിരിക്കും എന്നാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. നമുക്ക് നോക്കാം. അപ്പോൾ നോക്കിക്കോളൂ, നമുക്ക് അവർ നേരത്തെ ഒരു ക്വാണ്ടിറ്റി ഒന്നും തന്നിട്ടില്ല. സോ ഞാനിവിടെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? മോളിക്കുലർ മാസ്സാണ് കണ്ടുപിടിക്കേണ്ടത്. കാൽഷ്യം സൾഫേറ്റിൻ്റെ മോളിക്കുലർ മാസ് 40 + 32 + 3 ഓക്സിജൻ ആറ്റം ഉണ്ട്. 3 × 16 ആണ്. 3 × 16 എന്ന് പറയുമ്പം എന്താണ്? 48 ആണ്. നോക്കിക്കോളൂ, 40 + 40 ചെയ്യുമ്പോൾ നമുക്ക് 80 കിട്ടും. 80 + 3 ചെയ്യുമ്പോൾ നമുക്ക് 110 കിട്ടും. 2 + 8 ചെയ്യുമ്പോൾ നമുക്ക് 10 കിട്ടും. സോ 120 ആണ് നമ്മുടെ മാസ്. മോളിക്കുലർ മാസ് എത്രയാണ്? 120 ആണ്. അപ്പോൾ 120 ഗ്രാമിൽ നമുക്ക് കാൽഷ്യം എത്രയാണ്? 40 ആണ്. സൾഫർ എത്രയാണ്? 32 ആണ്. ഓക്സിജൻ എത്രയാണ്? 48 ആണ് അല്ലേ. അപ്പോൾ ഇനി നമുക്ക് 485 ഗ്രാം നോക്കാം. 485 ഗ്രാമിൽ 40 ഡിവൈഡഡ് ബൈ 120 ഇൻറ്റു 485. 485 ചെയ്യുമ്പോൾ കാൽഷ്യം കിട്ടും. 32 ഡിവൈഡഡ് ബൈ 120 ഇൻറ്റു 485 ചെയ്യുമ്പോൾ ആരുടെ കിട്ടും? സൾഫറിൻ്റെ കിട്ടും. 48 ഡിവൈഡഡ് ബൈ 120 ഇൻറ്റു 485 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഓക്സിജൻ കിട്ടും. നമുക്ക് സോൾവ് ചെയ്യാം. നമുക്ക് ഒരു കാര്യം ചെയ്യാം. 485 എന്നുള്ളത് തൽക്കാലം ഒരു 4ൻ്റെ മൾട്ടിപ്പിൾ ആക്കാം അല്ലേ. 484 എന്നാക്കാം. യെസ്, 484 എന്നാക്കാം. അപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് ചിലപ്പം കാൽസ്യയുടെ ആവശ്യം വരില്ല. ഇതെല്ലാം 4ൻ്റെ മൾട്ടിപ്പിൾസ് ആണല്ലോ. 0 0 4 + 8 അല്ലെങ്കിൽ വേണ്ട, നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്യാം. 484 എന്ന് മാറിയെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. 40 ഡിവൈഡഡ് ബൈ 120 ഇൻറ്റു 484 അല്ലേ. 484 161.33 ഗ്രാം ആണ് എന്ത്? കാൽഷ്യം ഉള്ളത്. 32 ഡിവൈഡഡ് ബൈ 120 ഇൻറ്റു 484 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 129.066 ആണ്. പിന്നെന്താണ്? 48 ഡിവൈഡഡ് ബൈ 120 ഇൻറ്റു 484 ചെയ്യുമ്പോൾ 193.6 ഗ്രാം ആണ്. 193.6 ഗ്രാം ആണ്. മനസ്സിലായല്ലോ? യെസ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു എന്താണ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ? യെസ്. യെസ്. ചില സമയത്ത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും. വാട്ട് ഈസ് ദി percentage of oxygen present in glucose? Percentage of oxygen present in glucose. അപ്പോൾ ഇങ്ങനെ ചോദിച്ചാൽ, നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെ ആണെങ്കിൽ നമ്മളത് എങ്ങനെ കണ്ടുപിടിക്കും? നോക്കിക്കോളൂ. നമുക്കിവിടെ ആക്ച്വലി, അതായത് നമ്മളിവിടെ പറയുമ്പം 100ൽ എത്രയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓൾറെഡി നമുക്കൊരു പ്രത്യേകിച്ച് ഒരു മാസ് ഒന്നും തന്നിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞു നമ്മൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? മോളിക്കുലർ മാസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഗ്ലൂക്കോസിന്റെ കെമിക്കൽ ഫോർമുല C6H12O6 ആണ്. ഗ്ലൂക്കോസ് എന്ന് പറയുന്ന സാധനത്തിന്റെ കെമിക്കൽ ഫോർമുല C6H12O6 ആണ്.
അപ്പോൾ ഒരു കാർബൺ ആറ്റത്തിൻ്റെ മാസ് 12 ആണ്, ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസ് 1 ആണ്, ഒരു ഓക്സിജൻ ആറ്റത്തിൻ്റെ മാസ് 16 ആണ്. അപ്പോൾ ഇതിൻ്റെ മോളിക്കുലർ മാസ് 12 × 6 പ്ലസ് 12 × 1 പ്ലസ് 6 × 16 ആണ് അല്ലേ. 12 × 6 പ്ലസ് 12 × 1 പ്ലസ് 6 × 16. 12 × 6 എന്ന് പറയുമ്പോൾ അത് 72 ആണ്. 72 പ്ലസ് 12 പ്ലസ് 16 × 6 അല്ലേ. 16 × 5 എന്താണ് 80 ആണ്. അതിൻ്റെ കൂടെ 16 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 96 എന്ന് കിട്ടും. അപ്പോൾ ഇത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നോക്കിക്കോളൂ, ഇവിടെ 70 ഉണ്ട്, ഇവിടെ 10 ഉണ്ട്, 80 ആണ്. 80 പ്ലസ് 90 ചെയ്യുമ്പോൾ നമുക്ക് 170 കിട്ടും. ഇവിടെ 2 പ്ലസ് 2 4 ആണ്, 4 പ്ലസ് 6 10 ആണ്. സോ നമുക്ക് എന്ത് കിട്ടി? 180 ആണ് ഇതിൻ്റെ മോളിക്കുലർ മാസ്. അപ്പോൾ ഇവിടെ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് എന്തിൻ്റെ പെർസെൻറ്റേജ് ആണ്, അല്ലെങ്കിൽ 100-ൽ എത്രയാണെന്നുള്ളത് നമ്മൾ ഏത് എലമെൻറ്റിൻ്റെയാണ് കണ്ടുപിടിക്കേണ്ടത്? ഓക്സിജൻ. നമ്മൾ ഇതിന് മുമ്പ് ഒരു 3-4 എക്സാമ്പിൾസ്, കാൽഷ്യം സൾഫേറ്റ് അല്ലെങ്കിൽ മഗ്നീഷ്യം സൾഫേറ്റ് എന്നുള്ള കുറച്ച് എക്സാമ്പിൾസിൽ നമ്മൾ എല്ലാ എലമെൻസും നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ. 100-ൽ എത്ര, അല്ലെങ്കിൽ 544-ൽ എത്ര, അല്ലെങ്കിൽ 484-ൽ എത്ര എന്നുള്ളത് എല്ലാ എലമെൻസിലും നമ്മൾ കണ്ടുപിടിച്ചു. ഇവിടെ അങ്ങനെ എല്ലാ എലമെൻസും കണ്ടുപിടിക്കേണ്ട, ഓക്സിജൻ മാത്രം 100-ൽ എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. സോ നമ്മൾ ഓക്സിജൻ്റെ ക്വാണ്ടിറ്റി മാത്രം കൺസിഡർ ചെയ്യുന്നു. 6 × 16 6 × 16 ഡിവൈഡഡ് ബൈ 180. സോ ഇത് രണ്ടും നമുക്ക് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇവിടെ എനിക്ക് എന്ത് കിട്ടും? 30 കിട്ടും അല്ലേ. യെസ്, ഇവിടെ 30 കിട്ടും. എഗെയിൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം 8 ഡിവൈഡഡ് ബൈ 15 × 100 കിട്ടും. 8 ഡിവൈഡഡ് ബൈ 15 × 100 കിട്ടും. സോ ഇതിന് ഞാൻ സോൾവ് ചെയ്യുമ്പം ഇത് ഇവിടെ എനിക്ക് എന്ത് കിട്ടും? 20 കിട്ടും. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം ഇവിടെ 3 കിട്ടും. സോ ഇവിടെ എന്താണ്? 160/3 ആണ്. 160/3. സോ എന്തായിരിക്കും എമൗണ്ട്? ഇവിടെ 5 ആണ്, ബാലൻസ് 1 ആണ്, 3. പിന്നെ നമ്മൾ പറയുമ്പം യെസ് 53.33%. അതങ്ങനെ നീണ്ട് ഇങ്ങനെ പോവും. സോ എൻ്റെ ആൻസർ എന്താണ്? 53.33%. അപ്പം ഗ്ലൂക്കോസിൽ എത്ര പെർസെൻറ്റേജ് ആണ് ഓക്സിജൻ ഉള്ളത്? ഗ്ലൂക്കോസിൽ 53.33% ആണ് ആരുള്ളത്? ഓക്സിജൻ ഉള്ളത്. യെസ്, മനസ്സിലായല്ലോ. അപ്പോൾ ഡയറക്റ്റ് 100 ഗ്രാമിൽ എത്ര എന്ന് ചോദിക്കണതിന് പകരം ഏതെങ്കിലും ഒരു കോമ്പൗണ്ടിൽ ഇന്ന എലമെൻറ്റിൻ്റെ പെർസെൻറ്റേജ് എത്രയാണ് എന്ന് ചോദിച്ചാലും നമ്മൾ ഏത് ലോ വെച്ചാണ് നമ്മൾ കണ്ടുപിടിക്കണേ? ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കണത്. ഇപ്പം ഞാൻ തൊട്ട് മുമ്പ് ഞാൻ എഴുതിയ ഒരു എക്സാമ്പിളാണ് കാൽഷ്യം, അല്ല എന്തായിരുന്നു? യെസ്, കാൽഷ്യം സൾഫേറ്റ് അല്ലേ. കാൽഷ്യം സൾഫേറ്റിൽ ഞാൻ പറയുവാണ് ഓക്സിജനിൻ്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ. കാൽഷ്യം സൾഫേറ്റിൽ, അല്ലെങ്കിൽ ഓക്സിജൻ വേണ്ട, കാൽഷ്യത്തിൻ്റെ പെർസെൻറ്റേജ് ഞാൻ കണ്ടുപിടിക്കാൻ പറയുവാന്നിരിക്കട്ടെ. കാൽഷ്യം സൾഫേറ്റിൽ കാൽഷ്യത്തിൻ്റെ പെർസെൻറ്റേജ് എത്രയാണ് എന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നോക്കിക്കോളൂ. കാൽഷ്യം എന്ന് പറയുന്നതിൻ്റെ മാസ് എത്രയാണ്? 40 ആണ്. ഈ ഒരു മാസ് എത്രയാണ്? 40 പ്ലസ് 32 പ്ലസ് 48. 40 പ്ലസ് 32 പ്ലസ് 48 ഇൻറ്റു 100-ൽ എത്രയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ ഇത് സോൾവ് ചെയ്യുമ്പം നമുക്ക് എത്ര കിട്ടി? 40 പ്ലസ് 48 കിട്ടി, നമുക്ക് 120 കിട്ടി അല്ലേ. അപ്പോൾ 40 ഡിവൈഡഡ് ബൈ 120 ഇൻറ്റു 100 ചെയ്യാം. 0 ക്യാൻസൽ ആവും. പിന്നെന്താണ്? 2 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? ഇവിടെ നമുക്ക് 2 വേണ്ട, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ 3 കിട്ടും, ഇവിടെ നമുക്ക് 10 കിട്ടും. സോ 100 ഡിവൈഡഡ് ബൈ 3 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 33.33% ആണ് അല്ലേ. 33.33% ആണ് എന്ത്? കാൽഷ്യത്തിൻ്റെ അളവ്. മനസ്സിലായല്ലോ. 33.33% ആണ് കാൽഷ്യത്തിൻ്റെ അളവ്. ഒന്ന് ചെക്ക് ചെയ്യാം. ഫോർട്ടി ഡിവൈഡഡ് ബൈ 120 ഇൻറ്റു 100. യെസ്, 33.33. ഒരു പക്ഷേ നിങ്ങളോട് പെർസെൻറ്റേജ് ഓഫ് സൾഫർ ആണ് ചോദിച്ചതെന്നിരിക്കട്ടെ. പെർസെൻറ്റേജ് ഓഫ് സൾഫർ ആണെങ്കിൽ എങ്ങനെയാണ്? 32 ഡിവൈഡഡ് ബൈ 120 ഇൻറ്റു 100. 0 ക്യാൻസൽ ആവും. രണ്ടും നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇവിടെ 3 കിട്ടും, ഇവിടെ 8 കിട്ടും. സോ നമുക്കിവിടെ എന്ത് കിട്ടും? 80/3 എന്ന് കിട്ടും. 80/3 ആണ്. 8-ൽ എത്ര പ്രാവശ്യമുണ്ട്? 8-ൽ 2 പ്രാവശ്യമുണ്ട്. എഗെയിൻ നമുക്കിവിടെ ബാലൻസ് 2 വരും അല്ലേ. ബാലൻസ് 2. 20-ൽ എത്ര പ്രാവശ്യമുണ്ട്? 6 പ്രാവശ്യമുണ്ട്. ആ ഒരു 2 ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. 26.66 എന്നായിരിക്കും നമുക്ക് കിട്ടണം. നോക്കാം. 32 ഡിവൈഡഡ് ബൈ 120 ഇൻറ്റു 100. യെസ്, 26.66. ഒരു പക്ഷേ ഓക്സിജൻ്റെ ആണ് കാണാൻ പറഞ്ഞതെങ്കിൽ, ഓക്സിജൻ്റെ പെർസെൻറ്റേജ് ആണ് കാണാൻ പറഞ്ഞതെങ്കിൽ 48 ഡിവൈഡഡ് ബൈ 120 ഇൻറ്റു 100. രണ്ടും നമുക്ക് 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇവിടെ നമുക്ക് 3 കിട്ടും, 3 അല്ല 4 കിട്ടും. ഇവിടെ നമുക്ക് 4 കിട്ടും, ഇവിടെ നമുക്ക് 10 കിട്ടും.
ഇവിടെ ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 10 കിട്ടും, ഇവിടെ എന്താണ് 40% എന്ന് കിട്ടും അല്ലേ. 48 ഡിവൈഡഡ് ബൈ 120 ചെയ്യുമ്പോൾ അങ്ങനെയാണ് നമുക്ക് കിട്ടണത് 40% ആണ്. മനസ്സിലായാലും ഒന്ന് ചെക്ക് ചെയ്യാം. 48 divided by 120 into 100. Yes, 40% is our answer. ഇതെല്ലാം നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നിയർലി നമുക്ക് എന്താണ് കിട്ടേണ്ടത്? 100 ആണ് കിട്ടേണ്ടത്. അതാണോ കിട്ടണേന്ന് നോക്കാം. 26.66 plus 33.33 plus 40 നോക്കിക്കോളൂ. നമുക്ക് 99.99% ആണ് കിട്ടണേ, നിയർലി 100. മനസ്സിലായല്ലോ? യെസ്. സോ അങ്ങനെയാണ് നമ്മുടെ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ വെച്ച് നമ്മൾ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? യെസ്. ഓക്കെ, വേറൊരു എക്സാമ്പിൾ നോക്കാം. ഹൈഡ്രജൻ പെറോക്സൈഡ്, ഒരു കോമ്പൗണ്ട് ഉണ്ട് ഹൈഡ്രജൻ പെറോക്സൈഡ്. ഹൈഡ്രജൻ പെറോക്സൈഡിൽ ഓക്സിജൻ്റെ പെർസെൻറ്റേജ് എത്രയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ കെമിക്കൽ ഫോർമുല H2O2 ആണ്. H2O2 ആണ് എന്ത്? ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ കെമിക്കൽ ഫോർമുല. യെസ്, ഹൈഡ്രജൻ പെറോക്സൈഡ്. അപ്പോൾ ഹൈഡ്രജൻ ഒരു ആറ്റത്തിൻ്റെ മാസ് 1 ആണ്, ഓക്സിജൻ ഒരു ആറ്റത്തിൻ്റെ മാസ് 16 ആണ്. അപ്പോൾ നമ്മൾ കാണേണ്ടത് ഓക്സിജൻ്റെ പെർസെൻറ്റേജ് എത്രയാണ്, ഹൈഡ്രജൻ്റെ പെർസെൻറ്റേജ് എത്രയാണെന്നാണ്. നോക്കിക്കോളൂ. ഹൈഡ്രജൻ ഇവിടെ 2 ആറ്റം ഉണ്ട്. 2 ഡിവൈഡഡ് ബൈ 2 പ്ലസ് നമുക്ക് എന്ത് കിട്ടും? 32 കിട്ടും. ദറ്റ് ഈസ് ഈക്വൽ ടു 2 ഡിവൈഡഡ് ബൈ 34 അല്ലേ. 2 ഡിവൈഡഡ് ബൈ 34 ഇൻറ്റു 100 ചെയ്യുമ്പം ഹൈഡ്രജൻ്റെ അളവ് കിട്ടും. 32 ഡിവൈഡഡ് ബൈ 34 ഇൻറ്റു 100 ചെയ്യുമ്പം ആരുടെ പെർസെൻറ്റേജ് കിട്ടും? നമുക്ക് ഓക്സിജൻ്റെ പെർസെൻറ്റേജ് കിട്ടും. നോക്കിക്കോളും. നമുക്ക് നോക്കാം. 2 ഡിവൈഡഡ് ബൈ 34 ഇൻറ്റു 100 5.88 ആണ്. 32 ഡിവൈഡഡ് ബൈ 34 ഇൻറ്റു 100 94.117 ആണ്. ആരുടെ പെർസെൻറ്റേജ്? ഓക്സിജൻ്റെ പെർസെൻറ്റേജ്. 5.88 ആണ് ആരുടെ പെർസെൻറ്റേജ്? 5.88 ആണ് നമ്മുടെ ഹൈഡ്രജൻ്റെ എന്താ പറയുക പെർസെൻറ്റേജ്. മനസ്സിലായല്ലോ? യെസ്. നമുക്കൊരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം, എന്നിട്ട് നമുക്ക് ഈ ഒരു ലോയുടെ കാര്യങ്ങൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നെക്സ്റ്റ് ലോ നോക്കാം അത് കഴിഞ്ഞ്. യെസ്, ഈ ഒരു ലോയിൽ കുറേ കാര്യങ്ങൾ നമ്മൾ അതോടുകൂടി മനസ്സിലാക്കും. നെക്സ്റ്റ് ലോയിലേക്ക് പോവാം. There is 200 gram of propane left in a tank. ഒരു ടാങ്കിൽ 200 gram propane ഉണ്ട്. How much carbon in grams is present in 200 gram of propane? നമ്മൾ പറഞ്ഞു ചില സമയത്ത് ഓർഗാനിക് കെമിസ്ട്രിയിലെ കോമ്പൗണ്ട്സിനെ വെച്ചും ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കും അല്ലേ. പ്രൊപ്പൈനിൻ്റെ കെമിക്കൽ ഫോർമുല C3H8 ആണ്. പ്രൊപ്പൈനിൻ്റെ കെമിക്കൽ ഫോർമുല C3H8 ആണ്. ഈ ഓർഗാനിക് കോമ്പൗണ്ട്സിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഓർഗാനിക് കെമിസ്ട്രി പഠിക്കുന്ന സമയത്ത് നോക്കാം. ഇപ്പം ഇത്രയും മനസ്സിലാക്കിയിരിക്കുക. C3H8 ആണ് നമ്മുടെ പ്രൊപ്പൈനിൻ്റെ കെമിക്കൽ ഫോർമുല. C ഒരു ആറ്റത്തിൻ്റെ മാസ് 16 ആണ്. ഹൈഡ്രജൻ ഒന്നിൻ്റെ മാസ് 1 ആണ്. ഇവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് 200 ഗ്രാം പ്രൊപ്പൈനിൽ എത്ര ഗ്രാം കാർബൺ ഉണ്ടെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ കുറച്ച് മുമ്പ് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തായിരുന്നു. എൻട്രൻസ് എക്സാമിനേഷനിൽ നിങ്ങളോട് അവർ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പം 2 മാസസ് ഒന്നും തരില്ല, ഒരൊറ്റ മാസിൽ അളവ് എത്രയാണെന്നായിരിക്കും ചോദിക്കുക. അപ്പോൾ അങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ആദ്യം അതിൻ്റെ മോളിക്കുലർ മാസ് കണ്ടുപിടിക്കും. ആ ഒരു മോളിക്കുലർ മാസിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ള എലമെൻസിൻ്റെ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കും. അപ്പോൾ ഇതിൻ്റെ മോളിക്കുലർ മാസ് നമുക്കറിയാം 3 × 12, 3 കാർബൺ ആറ്റം ആണുള്ളത്. ഇവിടെ 3 × 12 എന്ന് പറയുമ്പോൾ 36 + 8 ആണ്. ദറ്റ് ഈസ് ഈക്വൽ ടു 44 ആണ് അല്ലേ. ദറ്റ് ഈസ് ഈക്വൽ ടു 44 ആണ്. 36/44 ഇൻറ്റു 200 ആണ്. സോ നമുക്ക് ഇവിടെ രണ്ടും 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ചെയ്യുമ്പോൾ ഇവിടെ 11 കിട്ടും, ഇവിടെ 9 കിട്ടും. ബാക്കി നമുക്ക് സോൾവ് ചെയ്യാം. സോൾവ് ചെയ്യുമ്പോൾ 9 × 200 ഡിവൈഡഡ് ബൈ 11 ചെയ്യുമ്പോൾ നമുക്ക് 163.5
636 gram എന്ന് കിട്ടും. അപ്പോൾ 200 ഗ്രാമിലുള്ള ക്വാണ്ടിറ്റി കിട്ടിയല്ലോ, 163.636 gram എന്ന് കിട്ടും. ഈസ് ഇറ്റ് ക്ലിയർ ഗൈസ്? യെസ്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ നോക്കാം. Last question. For a 150, for a venda, in a 150 gram of glucose sample, there is 60 gram of carbon. Then how much carbon is in 300 gram of glucose? അല്ലേ? യെസ്. ഇവിടെ നമുക്ക് മോളിക്കുലർ ഫോർമുല അറിയുക അല്ലെങ്കിൽ മോളിക്കുലർ മാസ് കണ്ടുപിടിക്കാൻ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത ടൈപ്പാണ്. 2 മാസ് തന്നിട്ടുണ്ട് അല്ലേ? 150 ഗ്രാമിൽ 60 ഗ്രാം ഉണ്ടെങ്കിൽ 300 ഗ്രാമിൽ എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 കിട്ടും. 300 ഗ്രാമിൽ 120 ഗ്രാം ഓഫ് എന്താണുള്ളത്? കാർബൺ ആണുള്ളത്. ക്വൈറ്റ് സിമ്പിളായ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. യെസ്. അപ്പോൾ ദാറ്റ്സ് ഓൾ അബൌട്ട് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. യെസ്. അപ്പോൾ നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോണത് നെക്സ്റ്റ് തേർഡ് ലോ ആണ്. തേർഡ് ലോ എന്താണ്? ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ ആണ്. ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. യെസ്. ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോസ്. അപ്പോൾ ഈ ലോ പ്രൊപ്പോസ് ചെയ്തത് ആരാണ്? ഡാൽട്ടൺ എന്ന് പറയുന്ന ആളാണ്. ഡാൽട്ടൺസ് അറ്റോമിക് തിയറി നമ്മുടെ ഹൈസ്കൂൾ ക്ലാസ്സസിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഡാൽട്ടൺസ് അറ്റോമിക് തിയറി എന്ന് പറഞ്ഞൊരു കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഡാൽട്ടൺ എന്നുള്ള ഒരു നെയിം നിങ്ങൾക്ക് ഫെമിലിയർ ആയ ഒരു നെയിം ആയിരിക്കും. സോ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ എന്ന് പറയുന്ന ഈ ഒരു ലോ പ്രൊപ്പോസ് ചെയ്തത് ഡാൽട്ടൺ ആണ്. ഓക്കെ. അപ്പോൾ ഇനി എന്താണ് ഈ ലോ? ഓക്കെ, നമുക്കറിയാം ഒരേ എലമെൻസിൽ, അതായത് ഒരേ എലമെൻറ്റ്സ് കമ്പൈൻ ചെയ്താലും പല പല കോമ്പൗണ്ട്സ് ഉണ്ടാവും. സേ ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാൻ സിമ്പിളായ 2 എക്സാമ്പിൾ എടുക്കാം. ഒന്ന് വാട്ടറും ഒന്ന് ഹൈഡ്രജൻ പെറോക്സൈഡും. ഞാൻ 2 എക്സാമ്പിൾസ് ആണ് എടുക്കണേ. ഒന്ന് വാട്ടറാണ്, ഒന്ന് ഹൈഡ്രജൻ പെറോക്സൈഡാണ്. യെസ്. ഇപ്പോൾ ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. വാട്ടറിൻ്റെ കെമിക്കൽ ഫോർമുല എന്താണ്? വാട്ടറിൻ്റെ കെമിക്കൽ ഫോർമുല H2O ആണ്. ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ കെമിക്കൽ ഫോർമുല H2O2 ആണ്. നമ്മൾ പറയുമ്പം ഈ 2 കോമ്പൗണ്ട്സിലുമുള്ള എലമെൻറ്റ്സ് എന്താണ്? സെയിം ആണ്, ഹൈഡ്രജനും ഓക്സിജനുമാണ്. അപ്പോൾ ഒരേ എലമെൻറ്റ്സ് കമ്പൈൻ ചെയ്യണ സമയത്ത് പല കോമ്പൗണ്ട്സ് ഫോം ചെയ്യാറുണ്ട് അല്ലേ? ഒരേ എലമെൻറ്റ്സ് കമ്പൈൻ ചെയ്യുമ്പം എന്ത് ഫോം ചെയ്യാറുണ്ട്? പല കോമ്പൗണ്ട്സ് ഫോം ചെയ്യാറുണ്ട്. H2 + O2 = H2O2 അല്ലേ? പല കോമ്പൗണ്ട്സ് ഫോം ചെയ്യാറുണ്ട്. ഞാൻ ഇതിനെ ആദ്യം ബാലൻസ് ചെയ്യാം. ഇവിടെ 2, ഇവിടെ 2. അപ്പോൾ ഇനി എന്താണ് ഈ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ? നമ്മുടെ തൊട്ട് മുമ്പത്തെ ലോയിൽ നമ്മൾ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ പേര് പോലെ തന്നെ പ്രൊപ്പോർഷൻ എന്തായിരിക്കും? ഡെഫിനിറ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ ആണല്ലേ? അപ്പോൾ നോക്കിക്കോളൂ, എന്താണ് ഈ ലോ പറയണതെന്ന് വെച്ചാൽ ഒരേ എലമെൻറ്റ്സ്, അതായത് 2 എലമെൻറ്റ്സ് കമ്പൈൻ ചെയ്ത് 2 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോമ്പൗണ്ട്സ്, 2 ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് അല്ലെങ്കിൽ 2 ഡിഫറെൻ്റ് ആയ കോമ്പൗണ്ട്സ് ഫോം ചെയ്യണ സമയത്ത് 2 എലമെൻറ്റ്സ്, ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് 2 എലമെൻറ്റിനെ കുറിച്ചാണ്. ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷനിൽ വി ആർ ഡിസ്കസിങ് അബൌട്ട് 2 എലമെൻറ്റ്സ്. 2 എലമെൻറ്റ്സ് കമ്പൈൻ ചെയ്ത് 2 ഡിഫറെൻറ്റ് കോമ്പൗണ്ട്സ് ആണ് ഫോം ചെയ്യണതെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു മാസ് സെയിം ആണെങ്കിൽ, ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നോക്കിക്കോളൂ. ഇവിടെ ഞാൻ പറയുമ്പം ഇത് ഈ ഒരു നമ്മുടെ കെമിക്കൽ ഇക്വേഷൻ അല്ലെങ്കിൽ ഈ ഒരു റിയാക്ഷനിൽ 4 ഗ്രാം ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ 32 ഗ്രാം ഓക്സിജൻ ഉണ്ട്. ഇവിടെ ഫോം ചെയ്യണത് 34 ഗ്രാം വാട്ടറാണ് അല്ലേ? 4 34 അല്ല 36 ആണ്. 4
ഇവിടെ എത്രയാണ് 32 യെസ് 36. ഇവിടെ നമ്മൾ പറയുമ്പോൾ എത്ര ഗ്രാം ഹൈഡ്രജൻ ആണ് 2 ഗ്രാം ഉണ്ട്. ഇവിടെ അഗെയിൻ 32 ഗ്രാം ആണ്, ഇവിടെ 34 ഗ്രാം ആണ്. ഓക്കെ, അപ്പോൾ രണ്ട് എലമെൻറ്റ്സ് ഒരു റിയാക്ഷനിൽ പങ്കെടുത്ത് രണ്ട് രീതിയിലുള്ള കോമ്പൗണ്ട്സ് ഫോം ചെയ്യണ സമയത്ത് അതിലേതെങ്കിലും ഒരു എലമെൻറ്റിൻ്റെ മാസ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ, ഈ എക്സാമ്പിളിൽ 32 ഗ്രാം ഓക്സിജൻ്റെ മാസ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പം മറ്റേ എലമെൻറ്റിൻ്റെ മാസിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഹൈഡ്രജൻ്റെ റേഷ്യോ എത്രയാണ്? 4:2 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2:1. സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ ആയിരിക്കും മറ്റേ എലമെൻറ്റിൻ്റെ മാസസിൻ്റെ റേഷ്യോ. അതായത് രണ്ട് എലമെൻറ്റ്സ് കമ്പൈൻ ചെയ്യുമ്പം രണ്ട് രീതിയിലുള്ള അല്ലെങ്കിൽ രണ്ട് ഡിഫറെൻ്റ് ആയ കോമ്പൗണ്ട്സ് ഫോം ചെയ്യണ സമയത്ത് അതിലേതെങ്കിലും ഒരു എലമെൻറ്റിൻ്റെ മാസ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ മറ്റേ എലമെൻറ്റിൻ്റെ മാസസിൻ്റെ റേഷ്യോ സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ ആയിരിക്കും. അപ്പോൾ ഇവിടെ 2H2, ഇവിടെ നമുക്ക് 4 ഗ്രാം ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ 2 ഗ്രാം ഹൈഡ്രജൻ ആണ്. ഓക്സിജൻ്റെ മാസ് എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. സോ ഹൈഡ്രജൻ്റെ മാസിൻ്റെ റേഷ്യോ എന്താണ്? 2:1 എന്ന് പറയുന്നത് സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോസ് ആയിരിക്കും. അതാണ് എന്ത്? നമ്മുടെ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. ഡാൽട്ടൺ പ്രൊപ്പോസ് ചെയ്ത ഒരു തിയറി, അല്ലെങ്കിൽ ഡാൽട്ടൺ പ്രൊപ്പോസ് ചെയ്ത ഒരു ലോ ആണിത്. when two elements combine to form two different compounds in which the mass of one of the elements remain constant or remains same. ഒരു എലമെന്റിന്റെ മാസ് എന്ന് പറയുന്നത് സെയിം ആണെങ്കിൽ the mass of the other elements in these two cases, അല്ലെങ്കിൽ the ratio of the mass of the element in the other two cases, അല്ലെങ്കിൽ in the two cases will be simple whole number values 2:1. മനസ്സിലായല്ലോ? അതാണ് നമ്മുടെ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. മനസ്സിലായോ? യെസ്. വേറൊരു എക്സാമ്പിൾ നോക്കാം നമുക്ക്. ഹൈഡ്രജൻ പെറോക്സൈഡും അതേപോലെ നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്തത്? നമ്മുടെ വാട്ടർ ഡിസ്കസ് ചെയ്തു. വേറെ നോക്കാം നമുക്ക് നൈട്രേറ്റും നോക്കാം. NO3യും അതേപോലെ NO2ഉം നോക്കാം. ഇത് നൈട്രേറ്റ് ആണ്, ഇത് നൈട്രേറ്റ് ആണ്. ഇതെന്താണ്? ഇത് നൈട്രേറ്റ് ആണ്. ഇത് രണ്ടും നോക്കാം. അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ. N2 + O2 അല്ലേ? N2 + O2 gives NO3. ഇവിടെ എന്താണ്? N2 + O2 gives NO2. N2 + O2 gives NO2. അപ്പോൾ ഇവിടെ നമുക്ക് 2NO3 എന്ന് കിട്ടും, ഇവിടെ 3 ഓക്സിജൻ എന്ന് കിട്ടും. അതേപോലെ ഇവിടെ എന്ത് കിട്ടും? 2NO2 എന്ന് കിട്ടും, ഇവിടെ 2 ഓക്സിജൻ എന്ന് കിട്ടും. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ നമുക്ക് മാസസ് നോക്കാം. മാസസ് നോക്കുമ്പം ഇവിടെ 28 ഗ്രാം ആണ്, ഇവിടെ 48 ഗ്രാം ആണ്. ഇവിടെ നമുക്ക് എന്ത് കിട്ടി? 28 + 48 എന്ന് പറയുമ്പം 20 + 40 60 78 എന്ന് കിട്ടും അല്ലേ? 28ഉം 48ഉം യെസ് 76 എന്ന് കിട്ടും. യെസ് 76 ആണ് നമ്മുടെ എന്ത്? നൈട്രേറ്റിൻ്റെ മാസ്. ഇവിടെ നമുക്ക് എന്ത് കിട്ടി? 28 ഗ്രാം കിട്ടി. ഇവിടെ എത്രയാണ്? ഇവിടെ 32 ഗ്രാം എന്ന് കിട്ടി. ഇവിടെ എത്ര കിട്ടും? 28ഉം 32ഉം 8 + 2 10 60 എന്ന് കിട്ടും അല്ലേ? യെസ് 60 ഗ്രാം എന്ന് കിട്ടും. ഓക്കെ 60 ഗ്രാം. അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, ഇവിടെ ഏത് എലമെൻറ്റിൻ്റെ മാസാണ് കോൺസ്റ്റൻറ്റ്? നൈട്രജൻ്റെ മാസ് ഇവിടെ കോൺസ്റ്റൻ്റ് ആണ്. രണ്ട് എലമെൻറ്റ് സെയിം ആണ്, നൈട്രജനും ഓക്സിജനും രണ്ട് സെയിം എലമെൻറ്റ്സ് കമ്പൈൻ ചെയ്ത് രണ്ട് കോമ്പൗണ്ട് ആണ് ഫോം ചെയ്യണത്. ഒന്ന് നൈട്രേറ്റ് ആണ് ഫോം ചെയ്യണത്, ഒന്ന് നൈട്രൈറ്റ് ആണ് ഫോം ചെയ്യണത്. അപ്പം നൈട്രേറ്റ് ഫോം ചെയ്ത സമയത്തായാലും നൈട്രൈറ്റ് ഫോം ചെയ്ത സമയത്തായാലും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആരുടെ മാസ് സെയിം ആണ്? നൈട്രജൻ്റെ മാസ് സെയിം ആണ്. അപ്പം മറ്റേ ആൾ ഓക്സിജൻ്റെ മാസ് നമ്മൾ എടുക്കുമ്പം എന്താണ്? 3:2 ആണ്. സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ ആണ്, സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ ആണ്. മനസ്സിലായല്ലോ? യെസ്. അപ്പോൾ അതാണ് നമ്മുടെ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. യെസ്.
ഓക്കെ, അപ്പോൾ നമുക്കിനി കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഈ ഒരു പാർട്ടിയിൽ നിന്ന് കുറച്ച് കോംപ്ലക്സ് ആയ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കും. ഈ ഒരു പാർട്ടി നമുക്ക് നോക്കാം. യെസ്, ടു എലമെൻറ്റ്സ് എക്സ്, അതിൻ്റെ അറ്റോമിക് മാസ് തന്നിട്ടുണ്ട്. അറ്റോമിക് മാസ് ഓഫ് എക്സ് 16 ആണ്. ആൻഡ് വൈ, അതിൻ്റെ അറ്റോമിക് മാസ് എന്താണ്? അതിൻ്റെ അറ്റോമിക് മാസ് 14 ആണ്. ഇനി combine to form compounds A, B and C. Yes, the ratio of different masses of Y which combine with fixed mass of X, in A, B and C is 1:3:5. If 32 parts by mass of X combine with 84 parts by mass of Y in B, then in C 16 parts by mass of X will combine with how much part of Y? Okay, അപ്പോൾ ക്വസ്റ്റ്യൻ കുറച്ച് ലെങ്തി ആയ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം. നമുക്കിവിടെ 2 എലമെൻറ്റ്സ് തന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ കാൽഷ്യം, ഓക്സിജൻ അല്ലെങ്കിൽ ഹൈഡ്രജൻ, അങ്ങനെയൊക്കെ എലമെൻറ്റ്സിൻ്റെ പേര് തന്നതിന് പകരം 2 എലമെൻറ്റ്സ് തന്നിട്ടുണ്ട്. എക്സ് ഒരു എലമെൻ്റ് ആണ്. രണ്ടാമത്തെ എലമെൻ്റ് എന്താണ്? രണ്ടാമത്തെ എലമെൻ്റ് വൈ ആണ്. അപ്പോൾ എക്സും വൈയും കൂടെ കമ്പൈൻ ചെയ്യാണ്. എക്സും വൈയും കമ്പൈൻ ചെയ്ത് നമുക്കിവിടെ 3 പ്രോഡക്ട്സ് ആണ് ഫോം ചെയ്യണേ. ഒന്ന് എ ആണ്, ഒന്ന് ബി ആണ്, ഒന്ന് സി ആണ്. ഈ 3 പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഈ 3 കോമ്പൗണ്ടിൻ്റെ പ്രത്യേകത എന്താണ്? ഈ 3 കോമ്പൗണ്ടിലുള്ള എലമെൻറ്റ്സ് എന്ന് പറയുന്നത് എക്സും വൈയും ആണ്. രണ്ടാമത്തെ പ്രത്യേകത എന്താണ്? ഈ 3 കോമ്പൗണ്ടിലും എക്സിൻ്റെ മാസിൻ്റെ റേഷ്യോ അല്ലെ, റേഷ്യോ ബൈ മാസ് ഓഫ് എക്സ് എന്ന് പറയുന്നത് സെയിം ആണ്. ഈ 3 കോമ്പൗണ്ടിലും എക്സിൻ്റെ മാസ് ബൈ റേഷ്യോ എന്ന് പറയുന്നത് സെയിം ആണ്, ഫിക്സ്ഡ് മാസ് ആണ്. വൈയുടെ മാസിലാണ് വേരിയേഷൻ വരുന്നത്. നമുക്കറിയാം ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ എന്താണ്? 2 എലമെൻറ്റ്സ് കമ്പൈൻ ചെയ്ത് 2 അല്ലെങ്കിൽ അതിൽ കൂടുതലോ പ്രോഡക്ട്സ് ഉണ്ടാവുന്ന സമയത്ത് അല്ലെ, 2 അല്ലെങ്കിൽ അതിൽ കൂടുതലോ പ്രോഡക്ട്സ് ഉണ്ടാവുന്ന സമയത്ത് എന്താണ്? ഒന്നിൻ്റെ മാസ് ഫിക്സ്ഡ് ആണെങ്കിൽ മറ്റേതിൻ്റെ റേഷ്യോ, മറ്റേ എലമെൻറ്റിൻ്റെ റേഷ്യോ, മാസസിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് സിമ്പിൾ ഹോൾ നമ്പേഴ്സ് ആയിരിക്കും എന്നാണ്. അപ്പോൾ ഇവിടെ എക്സിൻ്റെ മാസിൻ്റെ റേഷ്യോ ഫിക്സ്ഡ് ആണ്. അപ്പോൾ നമുക്കിനി ഇവിടെ തന്നിട്ടുള്ളത് എന്താണ്? വൈൻ്റെ മാസിൻ്റെ റേഷ്യോ ആണ് തന്നിട്ടുള്ളത്. വൈയുടെ മാസിൻ്റെ റേഷ്യോ പറയുമ്പം എയിൽ 1 ആണ്, ബിയിൽ 3 ആണ്, നമ്മുടെ സിയിൽ 5 ആണ് അല്ലെ. വൈയുടെ കാര്യം തന്നിട്ടുണ്ട്. എയിൽ 1 ആണ്, ബിയിൽ 3 ആണ്, അതേപോലെ സിയിൽ 5 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, 32 പാർട്സ് ബൈ മാസ് ഓഫ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റിൻ്റെ ഈ ഒരു പാർട്ട് വരെ നമ്മൾ ചെയ്ത് കഴിഞ്ഞു അല്ലേ. ഇത്രയും പാർട്ടിൽ അവർ തന്നിട്ടുള്ള കാര്യങ്ങൾ ഇതാണ്. എക്സിൻ്റെ അറ്റോമിക് മാസ് തന്നിട്ടുണ്ട്, വൈയുടെ അറ്റോമിക് മാസ് തന്നിട്ടുണ്ട്. എക്സും വൈയും കൂടെ കമ്പൈൻ ചെയ്ത് 3 കോമ്പൗണ്ട്സ് ഫോം ചെയ്യേണ്ട. അതിൽ ഫിക്സ്ഡ് റേഷ്യോ ആണ്, എക്സിൻ്റെ മാസ് ഫിക്സ്ഡ് ആണ്. അതേപോലെ മറ്റേതിൻ്റെ ആണ് വേരിയേഷൻ. ആ വേരി ചെയ്യുന്ന റേഷ്യോ എന്താണെന്ന് തന്നിട്ടുണ്ട്, 1:3:5 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റിൻ്റെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. നമുക്കൊരു എന്താ പറയുക, ഒരു തിയറി പാർട്ട് അല്ലെങ്കിൽ നമുക്കൊരു ഇൻഫർമേഷൻ പ്രൊവൈഡിങ് പാർട്ട്, ആ ഒരു പാർട്ട് കഴിഞ്ഞു. രണ്ടാമത്തെ പാർട്ട് നോക്കിക്കോളൂ. ഇഫ് 32 പാർട്സ് ബൈ മാസ് ഓഫ് എക്സ് കമ്പൈൻ വിത്ത് 84 പാർട്സ് by mass of y in B. നമുക്കിവിടെ തന്നിട്ടുള്ളത് ആരുടെ കാര്യമാണ്? ബിയുടെ കാര്യമാണ്.
ബിയുടെ കാര്യത്തിൽ നോക്കിക്കോളൂ. ബിയുടെ കാര്യത്തിൽ അവർ തന്നിട്ടുണ്ട് എക്സ് വൈ നമുക്ക് 2 എലമെന്റ്സ് ആണുള്ളത്. എക്സ് 32 പാർട്സ് ആണ്, അതേപോലെ വൈ എന്താണ്, വൈ 84 പാർട്ടാണ്. എക്സ് 32 പാർട്ടാണ്, അതേപോലെ വൈ 84 പാർട്ടാണ്. ഇവിടെ മൂന്നിലും എ ആയാലും ബി ആയാലും സി ആയാലും നമുക്ക് വേറൊരു കാര്യം തന്നിട്ടുണ്ട്, എക്സിന്റെ മാസ് ഫിക്സ്ഡ് ആണ് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മളിവിടെ നോക്കുമ്പം അല്ലെ എക്സ് വൈ എന്ന് പറയുമ്പോൾ വൈയിലും എക്സിന്റെ ക്വാണ്ടിറ്റി എയിലും എക്സിന്റെ ക്വാണ്ടിറ്റി എന്താണ് 32 ആണ്. അതേപോലെ ഇവിടെയും സിയിലും എക്സിന്റെ ക്വാണ്ടിറ്റി എന്താണ്, സിയിലും എക്സിന്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 32 ആണ് അല്ലെ. വൈയിലാണ് വേരിയേഷൻ. ഇവിടെ എന്ന് പറഞ്ഞു ഇവിടെ നോക്കിക്കോളൂ, ബിയിൽ വൈ എത്രയാണ്, 3 പാർട്സ് ആണ്. ബിയിൽ വൈ 3 പാർട്സ് ആണ്, എയിൽ വൈ 1 പാർട്ടാണ്, അതേപോലെ സിയിൽ വൈ എത്ര പാർട്സ് ആണ്, 5 പാർട്സ് ആണ്. അപ്പൊ നമുക്കറിയാം റേഷ്യോ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ നോക്കിക്കോളൂ, 2:5:7 നിങ്ങൾക്ക് ഇങ്ങനെ ഒരു റേഷ്യോ തന്നിട്ടുണ്ട്. 2:5:7 നിങ്ങൾക്ക് ഒരു റേഷ്യോ തന്നിട്ടുണ്ട്. എന്നിട്ട് 5ന്റെ വാല്യൂ 35 ആണെന്ന് തന്നിട്ടുണ്ട്. 5ന്റെ വാല്യൂ നിങ്ങൾക്ക് 35 ആണെന്ന് തന്നിട്ടുണ്ട് എന്നിരിക്കട്ടെ. അപ്പോൾ 2ന്റെ വാല്യൂ എത്രയാണ് അല്ലെങ്കിൽ 7ന്റെ വാല്യൂ എത്രയാണെന്ന് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും നോക്കിക്കോളൂ. 5യുടെ വാല്യൂ 35 ആണെന്ന് തന്നിട്ടുണ്ട്. സോ 5 is equal to 35. അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, 1 is equal to എത്രയാണെന്ന് കണ്ടുപിടിക്കാം. 35 divided by 5 ചെയ്യുമ്പോൾ നമുക്ക് 7 കിട്ടും. ഇവിടെ എങ്ങനെയാണ് 1 കിട്ടിയത്, ഈക്വൽ സൈനിന്റെ രണ്ട് സൈഡിലും ഇപ്പൊ 5നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 1 കിട്ടും അല്ലെ. 5നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 1 കിട്ടും. ഈക്വൽ സൈനിന്റെ രണ്ട് സൈഡും ഞാൻ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ എനിക്ക് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ 1 കിട്ടി, റൈറ്റ് സൈഡിൽ എന്ത് കിട്ടി, ലെഫ്റ്റ് സൈഡിൽ എനിക്ക് 1 കിട്ടി, റൈറ്റ് സൈഡിൽ എനിക്ക് 7 കിട്ടി. സോ 1ന്റെ വാല്യൂ എന്താണെന്ന് കിട്ടി, 1 is equal to 7 എന്ന് കിട്ടി. ഇവിടെ എത്രയാണ്, ഇവിടെ 2 ആണ്. സോ 1ന്റെ വാല്യൂ 7 ആണെങ്കിൽ 2യുടെ വാല്യൂ എന്തായിരിക്കും, 2 into 7 14 ആണ്. അതേപോലെ ഇവിടെ 1ന്റെ വാല്യൂ 7 ആണെങ്കിൽ 7ന്റെ വാല്യൂ എന്തായിരിക്കും, 7 into 7 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 49 കിട്ടും. നോക്കിക്കോളും. അതേപോലെയാണ് ഇവിടെ നമ്മുടെ റേഷ്യോ എന്താണ്, ഇവിടെ നമ്മുടെ റേഷ്യോ 1:3:5 ആണ്. 1:3:5 ആണ്. എന്ത് 1:3:5 ആണ് നമ്മുടെ വൈൻ്റെ മാസസിന്റെ റേഷ്യോ. അപ്പൊ ഇവിടെ അവർ ബി ആണ് തന്നിട്ടുള്ളത്. സോ ഇവിടെ തന്നിട്ടുള്ളത് 3 is equal to എത്രയാണെന്നാണ് തന്നിട്ടുള്ളത്. അപ്പൊ 3 is equal to 84 ആണെങ്കിൽ 1 is equal to എങ്ങനെ കിട്ടും, രണ്ട് ഈക്വൽ സൈനിന്റെ രണ്ട് സൈഡിലും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3 divided by 3 എനി നമ്പർ divided by the number itself gives 1 ആണ്. ഒരു നമ്പറിനെ ആ നമ്പർ കൊണ്ട് തന്നെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 1 കിട്ടും. ഇതൊക്കെ ബേസിക് ആയ മാത്സ് ആണ്. യെസ്. അപ്പോൾ അതേപോലെ നമ്മൾ 84നെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് കിട്ടാൻ പോണത് ഇവിടെ 28 എന്ന് കിട്ടും. സോ 1ന്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി, 1ന്റെ വാല്യൂ നമുക്ക് 28 എന്ന് കിട്ടി. ഇവിടെ വൈ നമുക്കറിയാം എയിൽ 1 ആണ്. സോ 28 ആണ്. നമുക്ക് എയുടെ കാര്യം ഇവിടെ ചോദിച്ചിട്ടില്ല, നമുക്ക് ആവശ്യമില്ല. പക്ഷെ എന്തായാലും നമുക്ക് 1 is equal to എത്രയാണെന്ന് കണ്ടുപിടിക്കണം, എന്നാലേ നമുക്ക് 5 is equal to എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 1 is equal to 28 എന്ന് കിട്ടി. അപ്പോൾ 5 is equal to എത്രയാണ്, 5 into 28 ആണ്. 5 into 28 ആണ്. നമുക്കറിയാം നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം, 10 into 14 എന്ന് എഴുതാം അല്ലേ. കാരണം 28നെ 14 into 2 എന്ന് എഴുതാം. ആ 2ഉം 5ഉം കൂടെ ഞാൻ കമ്പൈൻ ചെയ്യുമ്പോൾ എനിക്ക് 10 കിട്ടും. 10 into 14 ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടി, 140 എന്ന് കിട്ടി. സോ 5 is equal to 140 എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ നമ്മളോട് എന്താണ് ചോദിച്ചിട്ടുള്ളത്, ഇവിടെ അവർ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് സിയിൽ എക്സിൻ്റെ പാർട്ട് 16 ആണെങ്കിൽ, നമ്മളോട് അവർ ചോദിച്ചിട്ടുള്ളത് സിയിൽ എക്സിൻ്റെ പാർട്ട് 16 ആണെങ്കിൽ, ഇത് എക്സ് ആണ്, സിയിൽ എക്സിൻ്റെ പാർട്ട് 16 ആണെങ്കിൽ വൈൻ്റെ പാർട്ട് എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഇത്രയും ഭാഗം, അതായത് വൈ ഈസ് ഈക്വൽ ടു എത്രയാണെന്ന് കണ്ടുപിടിക്കണം, ആ ഒരു ഭാഗം വരെ നമ്മൾ ഏത് ലോ അപ്ലൈ ചെയ്തു, ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ നമ്മൾ അപ്ലൈ ചെയ്തു. ഈ ഒരു പാർട്ട് വരെ നമ്മൾ അപ്ലൈ ചെയ്ത ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ ആണ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ അവർ കണ്ടുപിടിക്കാൻ പറഞ്ഞത് എക്സിൻ്റെ പാർട്ട് 16 ആണെങ്കിൽ എത്ര പാർട്ട് വൈ ആയിരിക്കും അതിൻ്റെ കൂടെ കമ്പൈൻ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് എന്താണ്, ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ ആണ്. നമുക്കറിയാം മാസസിൻ്റെ, അതായത് മാസ് ബൈ റേഷ്യോയിലെ രണ്ട് എലമെൻറ്റ്സ് കമ്പൈൻ ചെയ്ത ഒരു പ്രോഡക്റ്റ്, സെയിം പ്രോഡക്റ്റ് ഫോം ചെയ്യുന്ന സമയത്ത്, രണ്ട് എലമെൻറ്റ്സ് കമ്പൈൻ ചെയ്ത് സെയിം പ്രോഡക്റ്റ് ഫോം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മാസസിൻ്റെ റേഷ്യോ എന്തായിരിക്കും, മാസസിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, ഇവിടെ നമ്മൾ പറയുമ്പം 16 ഇപ്പോൾ വൈയുടെ വാല്യൂ ഞാൻ തൽക്കാലം എക്സ് എന്ന് കൊടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ എത്ര കിട്ടും, 32 divided by 140 ആണ്. ഞാൻ ഈ എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഇതെങ്ങോട്ട് വരും, എക്സ് ഈസ് ഈക്വൽ ടു 16 into 140 divided by 32. ഇവിടെ എനിക്ക് ചെയ്യുമ്പോൾ 2 കിട്ടും അല്ലേ, ഇവിടെ എനിക്ക് ചെയ്യുമ്പോൾ 2 കിട്ടും, ഇവിടെ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 70 കിട്ടും. സോ ഇവിടെ എന്താണ് ആൻസർ,
ഇവിടെ 70 ആണ്. ഒന്നെങ്കിൽ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം, ഇല്ലെങ്കിൽ ഡയറക്റ്റ് കണ്ടുപിടിക്കാം. നോക്കിക്കോളൂ, ഇവിടെ 32യുടെ ഹാഫ് ആണ് 16 അല്ലേ, 32യുടെ ഹാഫ് ആണ് 16. സോ എക്സിൻ്റെ ക്വാണ്ടിറ്റി പകുതിയായി. സോ അതുകൊണ്ട് എന്താണ്, വൈയുടെ ക്വാണ്ടിറ്റിയും നേരെ പകുതിയാവും അല്ലേ. നേരെ പകുതിയാവുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് 140യുടെ ഹാഫ് എന്ന് പറയുന്നത് 70 ആണ്. ചിലപ്പോൾ ഇവിടെ എക്സിൻ്റെ ക്വാണ്ടിറ്റി 16 എന്നുള്ളതിന് പകരം എക്സിൻ്റെ ക്വാണ്ടിറ്റി ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു 64 എന്ന് തന്നിട്ടുണ്ട് എന്ന് വിചാരിക്കും. ഇവിടെ നിങ്ങൾക്ക് 64 എന്നാണ് തന്നിട്ടുള്ളതെങ്കിൽ either you can find the value of y, either you can find the mass of y using this equation. ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ഇല്ലെങ്കിൽ എന്താണ്, ഇവിടെ 32യുടെ ഡബിൾ ആണ് 64. അപ്പോൾ എക്സിൻ്റെ ക്വാണ്ടിറ്റി ഡബിൾ ആയി, ഒബ്വിയസ്ലി ആരുടെ ക്വാണ്ടിറ്റിയും ഡബിൾ ആവും, വൈയുടെ ക്വാണ്ടിറ്റിയും ഡബിൾ ആവും. സോ അതിൻ്റെ ഡബിൾ നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 280 എന്ന് കിട്ടും. അങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. ഇതും സിമ്പിളാണ്. നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ ആയ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ആ മെത്തേഡ് ചൂസ് ചെയ്യാം. യെസ്, മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2 elements x and y have atomic mass 14 and 16 respectively. 14 and 16 respectively. They form a series of compounds A, B, C, D and E, in which the same amount of the elements x and y are present. In the ratio 1:2:3:4:5. If A has 28 parts of x and 16 parts of y, then C will have 28 part of x and how many parts of y? അല്ലേ? നോക്കിക്കോളൂ. Two elements x and y have atomic mass. ഇവിടെയും 2 എലമെൻറ്റ്സ് എക്സും വൈയും തന്നിട്ടുണ്ട്. അതിൻ്റെ അറ്റോമിക് മാസ്, നമുക്ക് അതിൻ്റെ അറ്റോമിക് മാസിന് ഇവിടെ വലിയ റിലവൻസ് ഒന്നുമില്ല. വെറുതെ നമ്മളൊന്ന് കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടി അവർ തന്നിട്ടുള്ളൂന്നേ ഉള്ളൂ. ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു എക്സും വൈ എന്ന് പറയുന്ന ഈ 2 എലമെൻറ്റ്സ് കമ്പൈൻ ചെയ്ത് ഒരു സീരീസ് ഓഫ് പ്രോഡക്ട്സ് ഫോം ചെയ്യുവാണ്. 5 പ്രോഡക്ട്സ് തന്നിട്ടുണ്ട്. എ, ബി, സി, ഡി, ഇ. അങ്ങനെ 5 പ്രോഡക്ട്സ് ആണ് ഫോം ചെയ്യണത്. ഈ 5 പ്രോഡക്റ്റിലും എന്തിൻ്റെ ക്വാണ്ടിറ്റി സെയിം ആണ്? എക്സിൻ്റെ ക്വാണ്ടിറ്റി സെയിം ആണ്. സോ എക്സ് എന്ന് പറയുന്നത് ഒരു ഫിക്സ്ഡ് മാസാണ്. എക്സിൻ്റെ മാസ് ഫിക്സ്ഡ് ആണ്. വേരി ചെയ്യണത് ആരുടെ മാസാണ്? വേരി ചെയ്യണത് നമ്മുടെ വൈൻ്റെ മാസാണ്. വൈയുടെ മാസ് നോക്കിക്കോളൂ. 1, 2, 3, 4, 5 ആണ് അല്ലേ? 1:2:3:4:5.
അപ്പോൾ അതിൽ എയിൽ എക്സിൻ്റെ ക്വാണ്ടിറ്റി തന്നിട്ടുണ്ട്. എയിൽ എക്സിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഇത് എക്സ് ആണ്, ഇത് വൈ ആണെങ്കിൽ ഇവിടെ 28 നമ്മുടെ എക്സ്, വൈ എന്ന് പറയുന്നത് 16 ആണ്. 28 നമ്മുടെ എക്സ്, വൈ എന്ന് പറയുന്നത് 16 ആണ്. അപ്പോൾ ഇവിടെ നെക്സ്റ്റ് അവർ സിയുടെ കാര്യമാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ എക്സിൻ്റെ ക്വാണ്ടിറ്റി സെയിം 28 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ വൈൻ്റെ ക്വാണ്ടിറ്റി എന്താണ്? തൊട്ട് മുമ്പ് നമ്മൾ കണ്ട ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുള്ള പാർട്ടിൽ വ്യത്യാസം ഉണ്ടായിരുന്നു, നേർ പകുതിയായിരുന്നു അവർ തന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ എന്താണ്, ഇവിടെ സെയിം ആണ്, സെയിം നമ്പർ ഓഫ് പാർട്സ് ആണ്. സോ നമ്മൾ സിംപ്ലി നമ്മുടെ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ മാത്രം അപ്ലൈ ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാം. രണ്ടും സെയിം ആണ്. 1ൻ്റെ വാല്യൂ 16 ആണെങ്കിൽ 3യുടെ വാല്യൂ എന്തായിരിക്കും? 48 ആയിരിക്കും. 1ൻ്റെ വാല്യൂ 16 ആണെങ്കിൽ 3യുടെ വാല്യൂ എന്തായിരിക്കും? 48 ആയിരിക്കും. അപ്പോൾ എന്താണ്, എത്ര പാർട്സ് വൈ ആണുള്ളത്? 48 പാർട്സ് ഓഫ് വൈ ആണുള്ളത്. അത്ര സിമ്പിളാണ്. അതായത് ക്വസ്റ്റ്യൻസ് അവർ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയ രീതിയിൽ തരും, പക്ഷേ ആൻസർ എന്ന് പറയുന്നത് സിമ്പിൾ ആയിരിക്കും. മനസ്സിലായല്ലോ? യെസ്. സോ നമുക്ക് നെക്സ്റ്റ് ലോ നോക്കാം അല്ലേ?